ഇങ്ങനെ നല്ല മാജിക്കൽ വൈബുള്ള ഒരു ബട്ടർഫ്ലൈ ബക്കറ്റ് ഉണ്ടാക്കിയെടുത്താലോ? ഇത് ഞാൻ പണ്ടെങ്ങാണ്ട് എടുത്ത് വെച്ച് കുറച്ച് ബട്ടർഫ്ലൈയുടെ പ്രിന്റ് ആയിരുന്നു. അതെനിക്ക് വെട്ടാനുള്ള മടി കാരണം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ 2 ബോട്ടിലും എടുക്കുന്നുണ്ട്. ആ ബോട്ടിൽ ഇങ്ങനെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബോട്ടിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ബോട്ടിൽ ചെറുതും ഒരു ബോട്ടിൽ കുറച്ച് വലുതുമാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഹാഫ് ആയിട്ട് അടിച്ചെടുത്ത ഓരോ ബോട്ടിലും ഇങ്ങനെ നീളത്തിൽ സ്ട്രൈപ്പ് പോലെ വെട്ടിക്കൊടുക്കാം. ഈ സ്ട്രൈപ്പ് പോലെ വെട്ടിക്കൊടുത്തതിന്റെ ഓരോ പാർട്ടും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഐ മീൻ പുറത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ എടുത്ത 2 കുപ്പിയിലും ചെയ്തെടുക്കണം. നമ്മൾ ആ ചെറിയ കുപ്പി എടുക്കുമ്പം കുറച്ചൊക്കെ അകത്തേക്കും കൂടെ മടക്കാൻ നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോഴാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഭാഗം വന്നത്. അത് ഈ ബട്ടർഫ്ലൈനെ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണമായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഞാൻ മൊത്തത്തിൽ വെട്ടിയെടുത്തു. ഇനി നമുക്ക് ആ ഓരോ പീസിലും പശ തേച്ചിട്ട് ആ ബട്ടർഫ്ലൈനെ ഒട്ടിച്ചു കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ബട്ടർഫ്ലൈക്ക് കുറച്ച് വലുപ്പം കൂടുതലായതുകൊണ്ട് എല്ലാത്തിലും ഒന്നും ഒട്ടിച്ചിട്ടില്ല. ഏകദേശം ഫില്ലായിരിക്കുന്ന പോലെയാണ് ഒട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് ആ അകത്തെ ഭാഗം കുറച്ച് അകത്തേക്ക് ഇങ്ങനെ മടക്കിയാണ് വെച്ച് കൊടുത്തത്. അങ്ങനെ വെച്ചിട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, ഈ സെൻറ്ററിലെ ഭാഗം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും. അവിടെ ഒന്നുമില്ലാതെ ആ കുപ്പിയുടെ അകം കാണുന്ന പോലെ. പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് ബൊക്കറ്റ് ട്രാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ സംഭവം ഓക്കെ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ലൈറ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ ഒരു മാജിക്കൽ വൈബ് വന്നത്. ഇതിന് ഫെയറി ലൈറ്റിനേക്കാളും നല്ലത് ഈ ഒരു കളേർഡ് ലൈറ്റ് ആയിരിക്കും. കാരണം ഓരോ ബട്ടർഫ്ലൈക്കും ഓരോ കളറൊക്കെ പോലെ തോന്നും. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.